ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത് അടിപൊളി അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, തയ്യാറാക്കാനൊന്നും വളരെ സിമ്പിളുമാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ടൊരു വിസ്കോ അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോഴാണ് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതില്ല, പക്ഷേ ഇത് തയ്യാറാക്കി നോക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്താലും മതിയേ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നല്ല സോഫ്റ്റായിട്ട് ബണ്ണാണ്. അപ്പോൾ ഈ ബണ്ണ് നമുക്ക് എല്ലാ ബേക്കറികളിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഇതുപോലൊന്ന് എല്ലാത്തിലൊന്ന് തേച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും തേക്കണേ. ഇതുപോലെ തേച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സൈഡിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ബൺ മസ്ക എന്ന് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൽ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയോ അല്ലെങ്കിൽ ഗ്രാമ്പൂ ഒക്കെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് നമ്മുടെ ഇറാനി ചായയിലാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ബട്ടറും മിൽക്ക് മെയ്ഡും മാത്രം ചേർത്തത്. ഇനി ബൺ മസ്ക് ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി ഇറാനി ചായ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ഒരു ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ പാല് നന്നായിട്ട് കുറുകിയെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്. പാല് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആ ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഓരോ പൊടിക്കനുസരിച്ചിട്ട് കടുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ പൊടിയുടെ അളവ് എടുക്കുക. അത്യാവശ്യം നല്ല കടുപ്പുള്ള ചായ ആക്കണേ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക ഒരു 4 എണ്ണം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ബട്ടറിൽ ഏലക്കൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇതിൽ കുറച്ചധികം ചേർക്കുന്നത്. പിന്നെ ഒരു ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇത് കുറഞ്ഞതൊരു 15-20 മിനിറ്റെങ്കിലും കുറുകി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ഹോൾസൊക്കെ ഉള്ള മൂടിയാണ് വെക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ച് നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. ഇനി ഇങ്ങനെ തിളപ്പിച്ച് കുറുകിയെടുത്ത ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാൻ. ഇതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുക. സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. പറയുമ്പോൾ നമ്മൾ വലിയ പേരൊക്കെ ആണെങ്കിലും തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചായയിൽ മുക്കിയിട്ട് വേണം നമ്മുടെ ബൺ മസ്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.